കിഴക്കമ്പലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ 2020 ചേരുന്നു എന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തുനിന്ന് വിളിച്ചു. ചേട്ടാ, ഗംഭീര തീരുമാനമാണ്. പ്രസ്താവന നടത്തും, വിവാദവും പിൻവലിക്കും, നടത്തും, വലിക്കും, അങ്ങനെ. അത് രാഷ്ട്രീയത്തിൽ എത്തിക്സ് അങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ ദോഷമാണ്. അഖിൽ മാരാരുടെ ആരോപണങ്ങൾ തള്ളി 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബ്. ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. പിടിച്ചവന്റെയൊക്കെ എല്ലൂരിൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കും. താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് മത്സരിച്ചതെന്നും സാബു ജേക്കബ് ചോദിച്ചു. ആരും പറഞ്ഞതല്ല, എനിക്ക് വെറുതെ അങ്ങനെ ഇങ്ങോട്ട് തോന്നിയതാ. ആ തോന്നല് വേണ്ടാ. ഭാവിയിലെ കേരളം എന്താകണം എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കിഴക്കമ്പലത്ത് 2020 കാണിച്ചത്. സാറിന് നല്ല കാലം കഴിഞ്ഞു. ചക്രവർത്തിയാകാനുള്ള യോഗം ഉണ്ടായിരുന്നു. കൈകൈ അത് നഷ്ടപ്പെടുത്തിയില്ലേ? ഈ രീതിയിൽ വരുമ്പോൾ എന്നെ കണക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും ചേരാനും ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശയം നിലവിൽ കേരളത്തിലില്ല. എന്റെ അച്ഛന്റെ ആത്മാവ് ഇപ്പൊ കിടന്ന് വിഷമിക്കുന്നുണ്ടായിരിക്കും, എന്റെ പാർട്ടിക്കാർ പോലും എന്നെ ചതിച്ചതിന്. പണവും അധികാരവും ലക്ഷ്യമുള്ളവർക്ക് 2020 സ്ഥാനമില്ലെന്നും സാബു ജേക്കബ് വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. അഖിലിന് തൃക്കാക്കര മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനു മത്സരിച്ചു, ആര് നിർബന്ധിച്ചു എന്നാണ് ഈ പത്രക്കുറിപ്പിലൂടെ ഇപ്പോൾ എന്തായാലും സാബു ജേക്കബ് ചോദിക്കുന്നത്. ഏത് കസേരയിലും കയറിയിരുന്നങ്ങ് ഞെളി, അങ്ങനെ ഒരു അസുഖമുണ്ട്. അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. എ ക്ലാസ് മണ്ഡലം എന്ന നിലയിലാണ് പാർട്ടി തൃക്കാക്കരയെ കണ്ടത്. ആ നിലയിലുള്ള പ്രവർത്തനം അവിടെ നടത്താനും സാധിച്ചു. ഇനിയിപ്പോൾ അഖിലിനെ ആരും നിർബന്ധിച്ചിട്ടില്ല. താല്പര്യമില്ലായിരുന്നെങ്കിൽ അപ്പോൾ പറയാമായിരുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ സാബു ജേക്കബ് പറഞ്ഞു വെക്കുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരു സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്നും ഒരു നയാ പൈസ ചിലവായിട്ടില്ല. എല്ലാ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം വഹിച്ചിരിക്കുന്നത് പാർട്ടി തന്നെയാണ്. രാഷ്ട്രീയ ശാപം ഉണ്ടല്ലോ, രാഷ്ട്രീയ ശാപം. മണ്ഡലം ബാ, അടുത്തടുത്ത് നമുക്ക് ഇന്നളിയണ്ട, വിട് ഡാഡി. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ